ഇന്നലത്തെ വാർത്ത എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2019 സുഹൃത്ത് ഓടിച്ച് കളഞ്ഞ സിമ്മാണ്. ആ സിം ഉപയോഗിച്ചിട്ട് വലിയൊരു സ്കാം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. അതായത് 5 വർഷത്തിന് ശേഷം ഇപ്പോൾ നിരപരാധിയായ ആ സുഹൃത്ത് കേസിൻ്റെ പിന്നാലെ നടക്കുകയാണ്. പോലീസും കേസുമൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഇത്രയും വർഷത്തിനിടയിൽ നമ്മളിൽ പലരും ഇതുപോലെ ഒരുപാട് സിമ്മുകൾ ഉപേക്ഷിച്ചിട്ടുണ്ടാവും, ഒടിച്ച് കളഞ്ഞിട്ടുണ്ടാവും, നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. അതോടെ ആ സിമ്മിൻ്റെ ശല്യം തീർന്നു എന്നാണ് പലരുടെയും ധാരണ. അതായത് 3-4 മാസം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി കട്ടാകുമെന്നുള്ള ധാരണയിൽ നമ്മൾ പിന്നെ ആ സിമ്മിനെ കുറിച്ച് ചിന്തിക്കില്ല. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ കുറച്ച് കാലം സിം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് കട്ടായിട്ട് പുതിയൊരാൾക്ക് ലഭിക്കും. എന്നാൽ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ പേരിൽ തന്നെയായിരിക്കും ആ സിം ഉണ്ടാകുക. പുതിയ ആളുടെ പേര് വിവരങ്ങളൊന്നും വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ നിങ്ങളുടെ പേരിൽ മുമ്പുണ്ടായിരുന്ന സിമ്മ് ഇപ്പോഴും നിങ്ങളുടെ പേരിൽ തന്നെയാണോ ആക്ടിവേറ്റ് ആയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ പേരിൽ ഇപ്പോഴും നിങ്ങളുടെ പഴയ കണക്ഷൻ ആക്റ്റീവായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം, അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഫോണിലെ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ TAFCOP ഞാനിവിടെ സെർച്ച് ചെയ്താൽ കാണാം. അതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജസ്റ്റ് ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. പേരിൽ എത്ര സിം കാർഡ് ഉണ്ടെന്ന് പരിശോധിക്കാൻ പലരും ഈ വെബ്സൈറ്റിൽ കയറിയിട്ടുണ്ടാവും. ഞാൻ ആ ഓപ്ഷനല്ല പറയുന്നത്, അനധികൃത നമ്പറുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ താഴേക്ക് വന്നാൽ നിങ്ങൾക്കിവിടെ 10 ഡിജിറ്റ് നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പർ, അതായത് നിങ്ങളുടെ ആധാർ കാർഡിൽ എടുത്തിട്ടുള്ളതും നിങ്ങൾക്ക് OTP വരുന്നതുമായ നമ്പർ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എൻ്റെ 10 അക്ക ഫോൺ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ എഴുതിയതിന് താഴെ ഇതുപോലെ അക്കങ്ങളും അക്ഷരങ്ങളൊക്കെ കോളത്തിലുണ്ടാവും. അതിന് താഴെ എൻ്റർ ക്യാപ്ച എന്ന് പറയുന്ന ഒരു കോളം ഉണ്ടാവും. നിങ്ങൾ ഈ മുകളിലുള്ള അക്ഷരങ്ങൾ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, എങ്ങനെയാണോ അത് എഴുതിയിരിക്കുന്നത് അത് താഴെ എൻ്റർ ക്യാപ്ചയിലേക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ അക്ഷരം സ്മോൾ ലെറ്റർ ആണ്, രണ്ടാമത്തെ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾ മുഴുവനായിട്ട് എഴുതി കൊടുക്കണം. ശേഷം താഴെ വാലിഡേറ്റ് ക്യാപ്ച എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ആ ബട്ടണിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോപ്പപ്പ് ഓണായി കിട്ടും. ഇതുപോലെ അതിൻ്റെ OK ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP വരുന്നതാണ്. ഓക്കെ, ജസ്റ്റ് OTP അവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മെസ്സേജിൽ പോയിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് താഴെ ഇവിടെ OTP എന്നുള്ളിടത്ത് ആ നമ്പർ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റർ ചെയ്യുക. എന്നിട്ട് താഴെ നിങ്ങൾക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് ആ ലോഗിൻ ബട്ടണിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് എടുത്തിട്ടുള്ള സിമ്മിൻ്റെ ലിസ്റ്റ് ഇതിൽ കാണാവുന്നതാണ്. എൻ്റെ അതിൽ 3 നമ്പർ ഉണ്ട്. ഇതിൽ ആദ്യത്തെ 2 നമ്പർ ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ്. മൂന്നാമത്തെ നമ്പർ ഞാൻ 1 വർഷമായി ഉപേക്ഷിച്ചിട്ട്, പക്ഷേ ഇപ്പോഴും എൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരിലാണ് ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിലുള്ളത്. ഇപ്പോൾ 2 നമ്പറും എനിക്ക് പ്രശ്നമല്ല, അത് രണ്ടും എൻ്റെ പേരിൽ ഇപ്പോഴും ആക്റ്റീവാണ്. പക്ഷേ ഈ മൂന്നാമത്തെ നമ്പർ 1 വർഷമായി ഉപേക്ഷിച്ചിട്ട്, അങ്ങനെ ഈ നമ്പറിലുള്ള ആളെ ഞാൻ വിളിച്ച് നോക്കുമ്പം അദ്ദേഹം കണക്ഷൻ എടുത്തിട്ടും കുറേ കാലമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ID പ്രൂഫ് കൊടുത്തിട്ടാണ് എടുത്തത്. പക്ഷേ ഇപ്പോഴും സൈറ്റിൽ എൻ്റെ പേരിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് നല്ലൊരാളായതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഇതുപോലെ റോങ് ആയിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ എനിക്ക് നല്ല പണി കിട്ടുമായിരുന്നു. ഇതുപോലെ നിങ്ങൾ ഉപേക്ഷിച്ച ഫോൺ നമ്പറുകൾ ഇപ്പോഴും നിങ്ങളുടെ പേരിലാണോ എന്ന് ഇതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് ഒഴിവാക്കാനുള്ള ഓപ്ഷനൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവില്ലാതെ എടുത്ത സിം നമ്പറുകളുണ്ടെങ്കിൽ ഇതിൽ കാണാം. അവസാനത്തെ 3 അക്കം മാത്രമേ, അവസാനത്തെ 4 അക്കം, ഓക്കെ, 4 അക്കം മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റൂ. അത് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് നമ്പർ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങളുടേതല്ലാത്ത നമ്പർ ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, നോട്ട് മൈ നമ്പർ, നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ 2 ഓപ്ഷന്. ഇതിൽ ഞാൻ നോട്ട് റിക്വയർഡ് ആണ് കൊടുക്കുന്നത്. കാരണം അത് ഓൾറെഡി എൻ്റെ പേരിൽ ഞാൻ എടുത്ത സിം തന്നെയാണ്, പക്ഷേ അത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോഴേ നമ്മൾ കൊടുക്കേണ്ടത് നോട്ട് റിക്വയർഡിലാണ്. നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറാണ് കാണുന്നതെങ്കിൽ മാത്രമേ നോട്ട് മൈ നമ്പറിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മുമ്പ് വിളിച്ച കോൾ ഹിസ്റ്ററിയൊക്കെയാണ് വരിക. ഇതാകുമ്പോൾ നമ്മൾ ഓൾറെഡി പണ്ട് ഉപേക്ഷിച്ചതാണ്, അത് ആണ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കൊടുക്കുന്നത്. എന്നിട്ട് താഴെ നിങ്ങൾക്ക് റിപ്പോർട്ട് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പോപ്പപ്പ് ഓണായി കിട്ടും. നിങ്ങൾക്ക് ഉറപ്പാണോ, നിങ്ങൾ സെലക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇവിടെ താഴെ ഓക്കെ എന്ന ബട്ടൺ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പോപ്പപ്പ് ഓണായി കിട്ടും. ഇതിൽ ഒരു നമ്പർ നമുക്ക് വരുന്നതാണ്. ആ നമ്പർ ഇതിലും എഴുതി കാണിക്കും, പിന്നെ മെസ്സേജ് ആയിട്ടും വരും. ഞാൻ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിൻ്റെ നടപടി എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ ID ഇതാണ് 2238. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജിൽ ഒരു ID വരുന്നതാണ്. ജസ്റ്റ് നിങ്ങളത്
എഴുതാം. 4 നമ്പറേ ഉള്ളൂ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് നേരെ ഈ പേജിലേക്ക് വരും. ആ ട്രാക്കിംഗ് നമ്പർ നമുക്ക് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഈ സൈറ്റിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ നേരത്തെ ചെയ്തതുപോലെ OTPയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഡീറ്റെയിൽസിൻ്റെ മുകളിൽ ഇത് ചെക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എൻ്റെത് 2238 അത് എൻ്റർ ചെയ്തിട്ട് ഇവിടെ ട്രാക്ക് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ജസ്റ്റ് ആ ട്രാക്ക് എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അത് ഓക്കെ ആയോ, നമ്പർ റിമൂവ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ഞാനൊന്ന് ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് കാണിച്ചു തരാം. കാരണം ഇത് സാധാരണ നോർമൽ സ്ക്രീനിൽ അത് കാണിക്കില്ല. ഇതിലെങ്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ ആ നമ്പർ പെൻഡിങ്ങിലാണുള്ളത് സ്റ്റാറ്റസ്. അതായത് ഇത് റിമൂവ് ആയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്ന് ഇത് കാണാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കാത്ത നമ്പറുകൾ ഒക്കെ ഒഴിവാക്കാം. നിങ്ങൾക്ക് അറിയാത്ത നമ്പറും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.